ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് തിരുമലയ്ക്കടുത്താണ്. തിരുമലയിൽ നിന്നും വെറും 3.5 കിലോമീറ്റർ മാത്രം ദൂരത്തിലാണ്. ഇവിടെ 1600 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമോട് കൂടിയ ഒരു ആർക്കിടെക്ചറൽ രീതിയിലുള്ള കണ്ടംപററി വിത്ത് ബോക്സി ഡിസൈനിലുള്ള ഒരു അടിപൊളി ഇരുന്നിൽ ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. നിങ്ങളൊരു 60 ലക്ഷം രൂപ ബജറ്റിനകത്ത് ഒരു വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായും സ്വന്തമാക്കാൻ പറ്റുന്ന വീടാണ്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ കാഴ്ചകൾ കണ്ടുവരാം. ഈ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈൻ എടുത്ത് പറയേണ്ടതാണ്. ഈ ഒരു എക്സ്റ്റീരിയർ ഡിസൈൻ നോക്കുവാണെങ്കിൽ ഫുള്ളായിട്ട് ടെറാക്കോട്ട ജാളിയും അതിനായിട്ട് ബോർഡറായിട്ട് GI ട്യൂബുമാണ് കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുകയാണെങ്കിൽ അവിടെ ഒരു ചെറിയ കിളിവാതിൽ കാണാം. അതിൻ്റെ തൊട്ട് ചേർന്ന് തന്നെ നമുക്ക് പ്രൊഫൈൽ ചാനൽ ലൈറ്റും അതുപോലെ അതിൽ തന്നെ WPC പാനലും കൊടുത്തിരിക്കുന്നത്, ലൂവേഴ്സാണ് കൊടുത്തിരിക്കുന്നത്, ഒരു ചാർക്കോൾ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇനി താഴെയായിട്ട് നോക്കുവാണെങ്കിൽ ഒരു വലിയ വിൻഡോ കാണാം. അതുപോലെ മുകളിലായിട്ടും പ്രൊഫൈൽ ചാനൽ കൊടുത്തിട്ടുണ്ട്. രണ്ട് ഭാഗത്തായിട്ട് 2 2-വേ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അതുപോലെ താഴേക്ക് വരുവാണെങ്കിൽ ഹെലിക്കോണിയ പ്ലാന്റും കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ വാട്ടർ കണക്ഷൻ ഉണ്ട്, അതുപോലെ കിണർ നൽകിയിട്ടുണ്ട്. വലിയ വണ്ടികൾ സുഖമായിട്ട് പാർക്ക് ചെയ്യാൻ കവേഡ് ആയിട്ടുള്ള കാർ പോർച്ചും കൊടുത്തിട്ടുണ്ട്. അവിടെയും നമുക്ക് GI ട്യൂബിൻ്റെ ഡിസൈൻ കാണാം. ഇനി റൈറ്റ് സൈഡിലേക്കാണെങ്കിൽ നമുക്ക് 2 വീലർ പാർക്ക് ചെയ്യാനുള്ള സ്പേസും ഉണ്ട്. ഇവിടെ നോക്കുവാണെങ്കിൽ ആർട്ടിഫിഷ്യൽ സ്റ്റോണും അതുപോലെ ആർട്ടിഫിഷ്യൽ ഗ്രാസോ വിരിച്ചിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിലായിട്ടും പ്ലാന്റ്സ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെ ആയിട്ട് ഒറ്റ വിൻഡോയും കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഇലക്ട്രിക് കാറൊക്കെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു സോക്കറ്റും കൊടുത്തിട്ടുണ്ട്. താഴെയായിട്ടും ടൈൽ ക്ലാഡിങ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ സിറ്റ് ഔട്ടിലേക്ക് വരാം. സിറ്റ് ഔട്ടിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് ഇവിടെ തൂണ് തന്നെയാണ്. അതിലൊരു ഷട്ടർ ഡിസൈൻ രീതിയിലുള്ള ടൈൽ ക്ലാഡിങ് കൊടുത്തിരിക്കുന്നത്. അതെല്ലാം ബ്രാൻഡ് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മുടെ സിറ്റ് ഔട്ടിലേക്ക് വരുവാണെങ്കിൽ ഇവിടുത്തെ ബോർഡറും സ്റ്റെപ്പും എല്ലാം ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ്. ഇനി ടൈലിൻ്റെ ബ്രാൻഡ് നോക്കുവാണെങ്കിൽ ഒയാസിസ് എന്ന ബ്രാൻഡാണ്. 4x2 സൈസാണ് വരുന്നത്. അത് മാത്രമല്ല അപ്പോക്സിയും ചെയ്തിട്ടുണ്ട്. മുകളിലായിട്ട് നോക്കുവാണെങ്കിൽ വാമായിട്ടുള്ള സീലിംഗ് ചെയ്തിട്ടുണ്ട്. അതുപോലെ പുറകിലായിട്ട് നോക്കുവാണെങ്കിൽ ഒരു വാൾ ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ സൈഡിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ GI ട്യൂബിൽ ഒരു പർഗോള പോലെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അതിനകത്തായിട്ട് പ്ലാന്റ്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ഫ്രണ്ട് വാതിലിലേക്ക് വരാം. ഇത് ഫുള്ളും പ്ലാവില നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ വലിയ ഡോറാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് ഒരു ലൂവേഴ്സ് രീതിയിലുള്ള ഡിസൈനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ അകത്ത കാഴ്ചയിലേക്ക് വരാം. ഇവിടെയും ഫ്ലോറിംഗ് ടൈൽസ് യൂസ് ചെയ്തിരിക്കുന്നത് ഒയാസിസ് ബ്രാൻഡ് തന്നെയാണ്. 4x2 സൈസാണ്. അതുപോലെ അപ്പോക്സി ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഹണികോം ഡിസൈൻ, അതായത് തേനീച്ചക്കൂടി ഡിസൈനിലുള്ള ഒരു ഫോൾ സീലിംഗ് കൊടുത്തിരിക്കുന്നത്. അതിനകത്തൊരു പ്രൊഫൈൽ ചാനലാണ് ഈ ഒരു ഹണികോം പാറ്റേൺ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ ഇവിടുത്തെ TV യൂണിറ്റിലേക്ക് വരാം. TV യൂണിറ്റ് നോക്കാൻ അത് വിശാലമായിട്ടുള്ള TV യൂണിറ്റാണ്. മുകളിലായിട്ടും WPC പാനലാണ്. ഒരു ചെറിയ ലോവേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇത് മറൈൻ പ്ലേയിൽ ലാമിനേഷൻ കൊടുത്തിട്ടുണ്ട്. താഴെയായിട്ട് HDFലും ലാമിനേഷൻ ചെയ്തിരിക്കുകയാണ്. അതുപോലെ സൈഡിലായിട്ട് നമുക്ക് ഹോം ഡെക്കോർ വയ്ക്കാനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഇതിൻ്റെ പുറകിലായിട്ട് വോൾ പ്ലേയും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഡൈനിങ് ഏരിയയിലേക്ക് വരാം. ഡൈനിങ് ഏരിയയിലേക്ക് വരുമ്പോൾ ഒരു വേറെ കുറച്ചും കൂടി ഹൈറ്റ് കൂട്ടി അവിടെ സീലിംഗ് ചെയ്തിരിക്കുന്നു. റൗണ്ട് രീതിയിലുള്ള ഒരു സീലിംഗ് ചെയ്തിരിക്കുന്നു. അതുപോലെ പുറകിലായിട്ട് കോർട്ട്യാർഡ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കോർട്ട്യാർഡ് നോക്കുവാണെങ്കിൽ അലൂമിനിയം അൽജീരിയൻ പ്രൊഫൈലിലുള്ള വിൻഡോസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ പൗഡർ കോട്ടിംഗ് ആണ്, ഒരു വുഡ് രീതിയിലുള്ള ഡിസൈനാണ് വരുന്നത്. കുറച്ചും കൂടെ ഒരു പ്രൊഫൈൽ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ ഒരു സേഫ്റ്റി നോക്കുവാണെങ്കിൽ GI ട്യൂബിൻ്റെ ഒരു പർഗോൾ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അകത്തേക്കൊരു സെക്യൂരിറ്റി ഓക്കെയാണ്. അതിനകത്തായിട്ട് 4 പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. അത് പാം പ്ലാന്റ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. താഴെയായിട്ട് പെബിൾസ് ഉണ്ട്. അത് കൂടാതെ തന്നെ അവിടെ ആയിട്ടൊരു ലൈറ്റ് സ്ട്രിപ്പും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ ഡൈനിങ് ഏരിയയിലേക്ക് വരാം. ഡൈനിങ് ഏരിയ നോക്കുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു സ്പേസ്, നമ്മുടെ ചെറിയ ഫാമിലിക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഡൈനിങ് ഏരിയ തന്നെയാണ്. അതുപോലെ പുറകിലായിട്ട് അവിടെ ആയിട്ട് ഇൻവെർട്ടർ വയ്ക്കാനുള്ള സ്പേസും ഉണ്ട്. അതുപോലെ ഇവിടെ സ്വിച്ച് ബോർഡെല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് LES എന്ന ബ്രാൻഡ് തന്നെയാണ്. അതിൻ്റെ E² സീരീസ് വരുന്ന സ്വിച്ചസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിനകത്തൊരു ബോക്സി ഡിസൈൻ കാണാം. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ വാഷ് ബേസിൻ കൗണ്ടറിലേക്ക് വരാം. വാഷ് ബേസ് കൗണ്ടർ നോക്കുവാണെങ്കിൽ ഇവിടെയും WPC പാനലിൽ ലൂവേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെ വോൾ പ്ലേയും കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടുത്തെ മിറർ നോക്കുവാണെങ്കിൽ നമുക്ക് ടച്ച് ചെയ്തുകൊണ്ട് 2 കളർ തീമിലേക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന മിററോ കൊടുത്തിരിക്കുന്നത്. അതുപോലെ താഴെയായിട്ടൊരു മാർബിൾ ഡിസൈനിലുള്ള ഒരു ട്രഡീഷണൽ രീതിയിലുള്ള അങ്ങനെ ഒരു ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള വാഷ് ബേസിനെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ജാഗ്വാറിൻ്റെയാണ് ടാപ്പ് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇവിടെ ഒരു പ്ലാന്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കൗണ്ടർ ടോപ്പ് നോക്കുവാണെങ്കിൽ ഗ്രാനൈറ്റ് ആണ്. താഴെയായിട്ടും സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. അതുപോലെ താഴെയായിട്ട് ഒരു പ്രൊഫൈൽ ചാനൽ, അതായത് സ്ട്രിപ്പ് കൊടുത്തിട്ട് അവിടെ പെബിൾസും കൊടുത്ത് അതിമനോഹരമാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ കിച്ചണിലേക്ക് വരാം. ഇവിടെ ആയിട്ടൊരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് സെറ്റ് ചെയ്യാനുള്ള സ്പേസും ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ കിച്ചണിലേക്ക് വരുമ്പോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഒയാസിസ് എന്ന ബ്രാൻഡിൻ്റെ നല്ലൊരു പ്രീമിയം ആയിട്ടുള്ള ടൈൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കുറച്ചും കൂടെ ആൻറ്റി സ്കിഡാണ്. അതുപോലെ ഒരു ഗ്രേ തീമും കൊള്ളാം. അതിനകത്ത് തന്നെ അപ്പോക്സിയും ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ ഫുള്ളായിട്ടും ലോവർ ക്യാബിനറ്റ് കാണാം. അതിൻ്റെ കളർ തീമുണ്ട്, ഗ്രീനും അങ്ങനെ ഒരു നല്ലൊരു കളർ തീമാണ് കൊടുത്തിരിക്കുന്നത്. അതും WPC യൂസ് ചെയ്തിരിക്കുന്നത്, HDF അല്ല. അതുകൊണ്ട് തന്നെ നമുക്കിത് വാട്ടർ പ്രൂഫാണ്. അതുകൂടാതെ തന്നെ ഫയർ പ്രൂഫുമാണ്. അതൊന്നും പേടിക്കാതിരിക്കാം. അത് മാത്രമല്ല ഇവിടെ ആയിട്ട് നോക്കുവാണെങ്കിൽ നല്ലൊരു പ്രൊഫൈൽ ഹാൻഡിൽ, റോസ് ഗോൾഡ് ഫിനിഷുള്ള പ്രൊഫൈൽ ഹാൻഡിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ തന്നെ മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ മുകളിൽ അതുപോലെ തന്നെയാണ് അപ്പർ ക്യാബിനറ്റ് ചെയ്തിട്ടുണ്ട്. താഴെയായിട്ട് ഒരു പ്രൊഫൈൽ ചാനൽ ലൈറ്റും കൊടുത്തിട്ടുണ്ട്.
ഇത് നമ്മുടെ ഇലക്ട്രിക് ചിമ്മിനി അല്ലെങ്കിൽ ഹുഡ് നോക്കുവാണെങ്കിൽ പ്രോംപ്റ്റ് എന്ന കമ്പനിയുടെ ആണ്, അതും വാറണ്ടി ഉള്ളതാണ്. ഇനി നമുക്കൊരു ഹോബ് മാത്രം സെറ്റ് ചെയ്താൽ മതി. അതുപോലെ ഇവിടെ എല്ലാം ഈ കൗണ്ടർ ടോപ്പ് എല്ലാം ചെയ്തിരിക്കുന്ന ഗ്രാനൈറ്റ് ആണ്. ഇനി നമ്മൾ ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ ഒരു മോഡേൺ ആയിട്ടുള്ള സിങ്കാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ തന്നെ നമുക്ക് ഒരു വാട്ടറിൻ്റെ ഒരു രീതി നോക്കുവാണെങ്കിൽ നമുക്ക് രണ്ട് രീതിയിൽ വർക്കൗട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ രണ്ട് രീതിയിൽ എങ്ങനെയാണ് നമുക്ക് വാഷ് ചെയ്യാനുള്ളത് ആ രീതിയിലേക്ക് മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള വാഷ് ബേസിനെ കൊടുത്തിരിക്കുന്നു, സിങ്കോ കൊടുത്തിരിക്കുന്നു. അതുകൂടാതെ തന്നെ ഒരു കട്ടിംഗ് ബോർഡും കൊടുത്തിട്ടുണ്ട്, അത് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി ഫ്രിഡ്ജ് വയ്ക്കുകയാണെങ്കിൽ രണ്ട് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഫ്രിഡ്ജിന് വേണ്ടി ഇവിടെയും നമുക്ക് ഒരു വലിയ ഫ്രിഡ്ജ് വയ്ക്കും, അല്ലെങ്കിൽ ഇങ്ങോട്ട് മാറ്റി വയ്ക്കും. ഇതിന് പ്രത്യേകിച്ച് ഇവിടെയാണ് ഒരു സ്പേസ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ കുറച്ചുകൂടി വലിയ ഫ്രിഡ്ജ് ആണെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് മാറ്റി വയ്ക്കുകയും ചെയ്യാം. രണ്ട് ഓപ്ഷനും ഉണ്ട്. ഇനി നമുക്ക് നേരെ ഇവിടുത്തെ ഒരു വർക്ക് ഏരിയ സെറ്റ് ചെയ്യണം. നമുക്ക് കിച്ചൺ മാത്രം ഒരു വർക്ക് ഏരിയ വേണമെങ്കിൽ അതിനുള്ള സ്പേസ് ഉണ്ട്. ഓൾറെഡി മുകളിലായിട്ട് അതിൻ്റെ ഷീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു വർക്ക് ഏരിയ സെറ്റ് ചെയ്യണം, ഒരു സ്ലാബ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള സ്പേസും ഉണ്ട്. ഇവിടെ ആയിട്ടാണ് കിണറിൻ്റെ സ്ഥലം വരുന്നത്. അപ്പോൾ അതും കൃത്യമായിട്ട് മൂടിയെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ റൂമിലെ കാഴ്ചകളിലേക്ക് പോകും. താഴെ ഒരു റൂമാണ് വരുന്നത്, ബാക്കി രണ്ട് റൂമും മുകളിലാണ്. അപ്പോൾ നമുക്ക് നേരെ റൂമിലെ കാഴ്ചകളിലേക്ക് പോകും. അപ്പോൾ നമുക്ക് നേരെ ഫസ്റ്റ് റൂമിലേക്ക് വരാം. ഈ റൂം നോക്കുവാണെങ്കിലും ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന 4x2 സൈസുള്ള വെട്രിഫൈഡ് ടൈലിനാണ്. ഒയാസ് എന്ന ബ്രാൻഡ് തന്നെയാണ്. അത് മാത്രമല്ല അപ്പോക്സി ചെയ്തിട്ടുണ്ട്. ഇനി മുകളിലായിട്ട് നോക്കുവാണെങ്കിൽ വാമായിട്ടുള്ള പോയിന്റ് ലൈറ്റൊക്കെ കൊടുത്തൊരു ആർച്ച് രീതിയിലുള്ളൊരു സീലിംഗാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നമുക്കിൻ്റെ വാർഡ്രോബ് നോക്കുന്ന വലിയൊരു വാർഡ്രോബ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഡിസൈൻ ഉണ്ട്, ഒരു കോട്ടൺ ടെക്സ്ചർ ഡിസൈനിൽ അതുപോലെ ബ്ലാക്കും കൂടെ മിക്സ്ഡ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ ആയിട്ടൊരു മേക്കപ്പ് ഏരിയ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് വീണ്ടും അകത്തേക്ക് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇനി താഴെയായിട്ട് നോക്കുകയാണെങ്കിൽ താഴെ അതുപോലെ സ്റ്റോറേജ് സ്പേസ് കാണാം. ഇനി ഒരു ചെയർ മാത്രം സെറ്റ് ചെയ്ത് ഇവിടെ നമ്മുടെ ഒരു ബെഡിൻ്റെ യൂണിറ്റ് ഇവിടെ വരുന്നത്, ബെഡ് സ്പേസ് ഇവിടെ വരുന്നത്. അവിടെ ആയിട്ട് ബെഡ് സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ഒരു നമ്മുടെ റെഗുലേറ്റർ തന്നെ ഉണ്ടോ, നമുക്കത് ഓൺ ചെയ്യുമ്പോൾ റെഡ് മാർക്ക് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് വന്ന് ഇപ്പോൾ തേർഡിലാണെങ്കിൽ തേർഡ് കറക്റ്റായിട്ട് മാർക്കും ഉണ്ടാവും. അങ്ങനത്തെ രീതിയിലാണ് റെഗുലേറ്റർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ വാഷ്റൂമിലെ കാഴ്ചകളിലേക്ക് പോകും. ഇവിടെ വാഷ്റൂം നോക്കുവാണെങ്കിലും ഒരു ടെക്സ്ചറിലുള്ള രീതിയിലുള്ള ഡോസാണ് കൊടുത്തിരിക്കുന്നത്. അത് നല്ലൊരു വലിയൊരു വാഷ്റൂമാണ്. ഒരു ലീഫ് ഡിസൈനിലുള്ള ഒരു ടൈലാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ടൈൽ ക്ലാഡിങ് ഫുള്ള് കണ്ട ഒരു ലീഫ് ഡിസൈനാണ്. അതുപോലെ സെറൈഡയാണ് വാഷ് ബേസിന് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ക്ലോസറ്റിലേക്ക് പോകണമെങ്കിൽ ഫ്ലോർ മൗണ്ടഡ് ക്ലോസറ്റാണ്, അതും സെറയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. താഴെയായിട്ട് ഫ്ലോറിങ് നോക്കുവാണെങ്കിൽ നല്ലൊരു ആൻറ്റി സ്കിഡായിട്ട് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഷവറും ബാക്കിയുള്ള സീറ്റി ഫിറ്റിങ്സ് നോക്കുവാണെങ്കിൽ അതെല്ലാം സെറ എന്ന ബ്രാൻഡ് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ മുകളിലത്തെ കാഴ്ചകളിലേക്ക് നേരെ അപ്സ്റ്റെയറിലേക്ക് പോകും. അപ്പോൾ നമ്മൾ അപ്സ്റ്റെയറിലേക്ക് വരുമ്പോൾ ഇതെല്ലാം അക്കേഷ്യ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ട്രെഡ് ഗ്രാനൈറ്റും റൈസർ ടൈലും ആണ്. അതുപോലെ റൈറ്റ് സൈഡിലായിട്ട് കോളിംഗ് ബെല്ലും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടും ഇതെല്ലാം എൽഇസിൻ്റെ ആ ഒരു സ്ക്വയർ സീരീസ് സ്വിച്ചസ് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ മുകളിലേക്ക് വരാം. ഇവിടെ ആയിട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് ആ ഒരു പ്രൊഫൈൽ ചാനൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ മുകളിലേക്ക് വരുവാണെങ്കിൽ ഡബിൾ ഹൈറ്റിൽ തന്നെ കൊടുത്തിരിക്കുന്നത്. ഇവിടെയെല്ലാം സൈഡിലായിട്ട് വാൾ ഹാങ്ങി ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ മുകളിലെല്ലാം വാമായിട്ടുള്ള സീലിംഗ് ചെയ്തിട്ടുണ്ട്. വീണ്ടും നമ്മൾ അടുത്ത ലാൻഡിംഗ് ഏരിയയിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ബേ വിൻഡോ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഇരുന്ന് പുസ്തകം വായിക്കാനോ അങ്ങനെയൊക്കെ ഒരു സ്പേസ് ആയിട്ട് എടുക്കാം. ഇവിടെ പ്ലാന്റ് കൊടുത്തിട്ടുണ്ട്. മുകളിലായിട്ട് ഒറ്റ വിൻഡോയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീണ്ടും മുകളിലേക്ക് വരാം. മുകളിലേക്ക് വരുമ്പോൾ ഒരു ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ടി വി യൂണിറ്റ് സെറ്റ് ചെയ്യണമെങ്കിൽ അപ്പർ ലോഞ്ചിൽ അതിനുള്ള സ്പേസും ഉണ്ട്. അതുപോലെ ഒരു ആർച്ച് രീതിയിലാണ് ഇവിടെയും ഈ ഒരു ഒതുക്കിയാണ് ചെയ്തിരിക്കുന്നത്. ഈ സ്റ്റെയർ കേസിൻ്റെ ഹാൻഡ് റെയിൽസ് എല്ലാം. ഇവിടെ ആയിട്ട് വാഷിംഗ് മെഷീൻ്റെ സ്പേസ് വരുന്നത്, ഒരു വലിയ വാഷിംഗ് മെഷീനൊക്കെ വയ്ക്കാനുള്ള സുഖമായിട്ട് വയ്ക്കാനുള്ള സ്പേസ് ഉണ്ട്. പുറകിലായിട്ട് വാൾ പ്ലേയും കൊടുത്തിട്ടുണ്ട്. അതുപോലെ വർക്ക് ഫ്രം ഹോം ആണെങ്കിൽ സിസ്റ്റം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് ആയിട്ടും ഇത് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. അതുകൂടാതെ തന്നെ നമുക്ക് ഇവിടെ ആയിട്ടൊരു ചെറിയ സ്റ്റോറേജ് ഉണ്ട്, അതായത് ഹൈഡിങ് ആണ്. അതുകൊണ്ട് ഇവിടെ ആയിട്ടൊരു സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. അവിടെ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് നമുക്കൊരു അയണിങ് ഏരിയ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇസ്തിരി ഉപയോഗിക്കാനുള്ള ഏരിയ ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാൻ പറ്റുന്നതാണ്. അതിനുള്ള സ്വിച്ച് ബോർഡെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ അട്രാക്റ്റീവ് ഇവിടുത്തെ ആ ഒരു ഫോൾ സീലിംഗ് നല്ല ഡിസൈൻ, നല്ല നീറ്റായിട്ട് ചെയ്തിരിക്കുന്നത്, ഒരു അട്രാക്റ്റീവാണത്. അപ്പോൾ നമുക്കിനി ഡി ബിയിലേക്ക് വരാം. ഈ ഒരു ഡി ബി നോക്കുകയാണെങ്കിൽ പുറമെ ഹാവൽസ് ആണ്, അകത്ത് ലെഗ്രാൻഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ELCB MCB എല്ലാം ലെഗ്രാൻഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് നേരെ ഇനി ഇവിടുത്തെ രണ്ട് റൂമുകളുള്ളത്, നമുക്ക് നേരെ ഇവിടുത്തെ ഫസ്റ്റ് റൂമിലേക്ക് വരാം. അപ്പോൾ ഈ റൂം നോക്കുകയാണെങ്കിൽ അത് വിശാലമായിട്ട് റൂം തന്നെയാണ്. ഏകദേശം 16 അടി നീളവും 11 അടി വീതിയുള്ള റൂമാണ്. ഇതെല്ലാം 4x2 സൈസുള്ള വെട്രിഫൈഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒയാസ് എന്ന ബ്രാൻഡ് തന്നെയാണ്, അതിൽ യാതൊരു വ്യത്യാസവും ഇല്ല. അതുകൂടാതെ തന്നെ അപ്പോക്സിയും ചെയ്തിട്ടുണ്ട്. ഇനി മുകളിലായിട്ട് നോക്കുമ്പോൾ നല്ല വാമായിട്ടുള്ള സീലിംഗ് കൊടുത്തിരിക്കുകയാണ്. ഇവിടെയാണ് ബെഡ് സ്പേസ്, ബെഡ് സ്വിച്ചും കാണാം. അത് മാത്രമല്ല നമുക്ക് നേരെ അതിവിശാലമായിട്ടുള്ള ഒരു വാർഡ്രോബ് കൊടുത്തിരിക്കുകയാണ്. ഇത്രയും വലിയ ഒരു ഈ വാർഡ്രോബ് നമ്മൾ കാണാറില്ല, അത്രയും രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് ഒരു ബ്ലാക്ക് ആൻഡ് ഒരു വുഡ് രീതിയിലുള്ള, അതായത് ഒരു ബ്ലാക്ക് കോമ്പിനേഷന് വുഡും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ഇവിടെ വലിയൊരു മിറർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു മേക്കപ്പ് ഏരിയ നോക്കുകയാണെങ്കിൽ ഫുള്ള് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് പോയിന്റ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. താഴെ അതുപോലെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇവിടുത്തെ വാഷ്റൂമിലേക്ക് വരാം. വാഷ്റൂമിലേക്ക് വരുവാണെങ്കിലും
ഇവിടെ എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് സെറ എന്ന ബ്രാൻഡ് തന്നെയാണ്. അതുപോലെ ബാക്കി CP ഫിറ്റിംഗ്സ് എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് സെറ എന്ന ബ്രാൻഡ് തന്നെയാണ്. നമുക്ക് ഹോട്ട് വാട്ടറും കോൾഡ് വാട്ടറും, അതായത് ചൂടുള്ളതും തണുത്തുള്ളതും പ്രത്യേകിച്ച് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടുത്തെ ഒരു സിസ്റ്റം എല്ലാം കൊടുത്തിരിക്കുന്നത്. ഷവറിംഗ് കൊണ്ട് പ്രത്യേകിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ ടെക്സ്ചർ നോക്കുവാണെങ്കിൽ ഫുൾ ഒരു ഗ്രേയും വൈറ്റും രീതിയിലാണ് ഈ ഒരു വാഷ്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ മൂന്നാമത്തെ റൂമിലേക്ക് പോകും. അപ്പോൾ നമുക്ക് നേരെ ഇവിടുത്തെ മൂന്നാമത്തെ റൂമിലേക്ക് വരാം. ഈ ഒരു റൂമിന് നോക്കുവാണെങ്കിൽ സൈസ് നോക്കുവാണെങ്കിൽ ഏകദേശം 11 സൈസ് റൂമാണ്. അതുപോലെ മുകളിലായിട്ട് പ്രൊഫൈൽ ചാനലിൽ കൊടുത്താണ് സീലിംഗ് ചെയ്തിരിക്കുന്നത്. ഇനി റൈറ്റ് സൈഡിലോട്ട് വേറൊരു പ്രത്യേകത ഉണ്ട്. ഇതൊരു കിളി വാതിലെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ബേ വിൻഡോയാണ്. ഇപ്പോൾ ഒരു ബുക്സ് വായിക്കുന്ന അല്ലെങ്കിൽ പഠിക്കുന്ന ആളെ സംബന്ധിച്ചാണെങ്കിൽ ഒരു സ്റ്റഡി ഏരിയ ആയിട്ട് മാറ്റിയെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ട ഹോബീസൊക്കെ ഉണ്ടെങ്കിൽ വായിക്കുന്നവർക്ക് ഇവിടെ ഇരിക്കാം. അല്ലെങ്കിൽ ഫോണോ ലാപ്പൊക്കെ യൂസ് ചെയ്യാൻ അങ്ങനെ ഒരു നാച്ചുറൽ എയർ കിട്ടുന്ന രീതിയിലേക്ക് അങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റിയ ബേ വിൻഡോ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് കിളി വാതിലാണ്. അതുപോലെ ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ രണ്ട് ഭാഗത്ത് നമുക്ക് ഓപ്പൺ ചെയ്താൽ നല്ല തണുത്ത കാറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാഴ്ച കണ്ടിരിക്കാൻ വേണമെങ്കിൽ അതിനുള്ളൊരു സ്പേസുമായി. ഇതെല്ലാം പാനൽ തന്നെ ചെയ്തിരിക്കുന്നത്, എല്ലാം വുഡ് പാനലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇനി നോക്കുവാണെങ്കിൽ ബെഡ് സ്പേസ്, ഇവിടെ ആയിട്ട് ബെഡ് സ്പേസ് വരുന്നത്. അതുപോലെ ഓപ്പോസിറ്റ് നല്ലൊരു വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. കൃത്യമായിട്ട് AC പോയിന്റ്സ് എല്ലാ റൂമിലും കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒരു കോട്ടൺ ടെക്സ്ചറും അതുപോലെ ഒരു ബ്ലാക്ക് തീമിൽ രണ്ടോടെ മിക്സ് ചെയ്തിട്ടുള്ള ഡ്യുവൽ ടോണിലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് അടുത്തൊരു ഫോയർ കൊടുത്തിട്ടുണ്ട്. ആ ഫോയറിലേക്കാണ് ഡ്രസ്സിങ് ഏരിയ വരുന്നത്. അവിടെ ആയിട്ട് നമുക്ക് മേക്കപ്പ് ഏരിയ സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. താഴെയായിട്ടെല്ലാം കബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതും കോട്ടൺ ടെക്സ്ചറും അതുപോലെ ബ്ലാക്കും തീമിൽ ഡ്യുവൽ ടോണിലാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ആ ഒരു കോട്ടൺ ടെക്സ്ചർ രീതി തന്നെയാണ് ഇവിടുത്തെ വാഷ്റൂമിൻ്റെ ഡോറ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇവിടുത്തെ വാഷ്റൂമിലേക്ക് വരാം. അതുപോലെ ഈ ഒരു ഭിത്തിയിലെ ടെക്സ്ചർ നോക്കുന്നത് ആ ഒരു ലീഫ് ഡിസൈനിലുള്ള ആ ഒരു ടെക്സ്ചറുള്ള ടൈലിനെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ബാക്കി ഫിറ്റിങ്സ് എല്ലാം സെറ തന്നെയാണ്, വേറെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. നമ്മുടെ ക്ലോസറ്റ് ആണെങ്കിലും വാഷ് ബേസിനാണെങ്കിലും അതുപോലെ CP ഫിറ്റിങ്സ് ആണെങ്കിലും ഫുള്ള് സെറ തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. ഹീറ്ററിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, അതും സെറ തന്നെയാണ്. അതുപോലെ മുകളിലായിട്ട് എക്സോസ്റ്റ് ഫാനുള്ള ഓപ്ഷനെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഒരു ഗ്രീൻ, ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലുള്ള ഒരു പ്രീമിയം ആയിട്ടുള്ള ടൈൽസ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്, ഫ്ലോറിങ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ ബാൽക്കണി കാഴ്ചകളിലേക്ക് പോകും. അപ്പോൾ നമ്മൾ ബാൽക്കണിലേക്ക് വരുവാണെങ്കിൽ ഒരു സ്പ്ലിറ്റ് ആയിട്ടുള്ള 2 ആയിട്ടുള്ള ഡോറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഡോർ നേരെ വരുന്നത് അത് വിശാലമായിട്ടുള്ള ഒരു ബാൽക്കണിയിലേക്കാണ്. ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന 4x2 സൈസുള്ള വെട്രിഫൈഡ് ടൈൽ തന്നെയാണ്. അതുപോലെ ഇവിടെ ആയിട്ട് കർട്ടൻ പ്ലാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ടെറാക്കോട്ട ജാളിക്ക് അകത്തൂടെ പോകുന്നത് കർട്ടൻ പ്ലാൻസ് സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനിയും കുറച്ച് വളരാണ്ട് നല്ല ഭംഗിയായിരിക്കും അത് കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ മുകളിലായിട്ട് GA ട്യൂബ് തന്നെ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ മുകളിലായിട്ട് പോളി കാർബണേറ്റ് ഷീറ്റും ചെയ്തിട്ടുണ്ട്. പോയിന്റ് ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു വാൾ ഹാങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒറ്റ വിൻഡോ തന്നെയാണ്. ഇനി നമുക്ക് ഈ ഭാഗത്തേക്ക് ഫുള്ളായിട്ടും GA ട്യൂബ് തന്നെയാണ് ഇവിടെ ഈ ഒരു ഹാൻഡ് റെയിൽസ് കൊടുത്തിരിക്കുന്നത്. നേരെ മുകളിലേക്ക് പോവാണ്. ഇവിടെ എല്ലാം മഴ നനയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സൺഷെയ്ഡും കാണാം. അപ്പോൾ നമുക്ക് നേരെ മുകളിലേക്ക് പോകും. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ റൂഫ് ടോപ്പ് അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു ഓപ്പൺ ടെറസ് സൈഡിലേക്ക് വരാം. ഇവിടെ എല്ലാം വാട്ടർ പ്രൂഫ് കോട്ട് ചെയ്തിരിക്കുകയാണ്, ഡാം പ്രൂഫാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നമുക്ക് 2 വാട്ടർ ടാങ്ക് കാണാം, 2 3 ലെയറാണ്. അതും 750 ലിറ്ററിൻ്റെ ഓരോന്നും. ഇതിൽ ഒന്ന് കിണർ വെള്ളവും ഒന്ന് വാട്ടർ കണക്ഷനാണ് വരുന്നത്. 2 ഓപ്ഷനും ഉണ്ട്. അതുകൂടാതെ നമുക്കൊരു ഫോട്ടോ ഫ്രെയിം ഡിസൈനിലുള്ള ഒരു ആർച്ച് കാണാം. അതിനകത്തും ഒരു പർഗോളായിട്ട് GA ട്യൂബാണ് ചെയ്തേക്കുന്നത്. 3 പോയിന്റ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫ്രണ്ടിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഇവിടെയും നമുക്ക് പ്ലാന്റ്സ് വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഹൂക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്, തുണി വിരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഹൂക്കെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു പ്രീമിയം വില്ല കമ്മ്യൂണിറ്റിയാണ്, എല്ലാം ഇൻഡിവിജ്വൽ വില്ലാസാണ്. അതുപോലെ റോഡാണെങ്കിൽ ടാർ ചെയ്യാനുണ്ട്. അത് 2 കാറുകൾക്ക് ഒരേ സമയത്ത് പോകാൻ പറ്റുന്ന റോഡുകളാണ് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ഇലക്ട്രിക്കൽ നോക്കുവാണെങ്കിൽ 3 ഫേസ് കണക്ഷൻ വന്നിരിക്കുന്നത്. ഇതെല്ലാം 3 ഫേസ് കണക്ഷനുള്ള വീട് തന്നെയാണ്. അപ്പോൾ ഈ ഒരു പ്രീമിയം വില്ല കമ്മ്യൂണിറ്റിയിലെ ഈ ഒരു ക്വാളിറ്റി വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്നുള്ളത് 65 ലക്ഷം രൂപയാണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ ഈ വീഡിയോ സ്വന്തമാക്കണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഞാൻ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള പുതിയ വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക്